ശരി ഷിജോ, കഴിഞ്ഞ ദിവസം വലിയ വേദനയും സങ്കടവും ബാക്കിയാക്കിയ ഒരു സംഭവമായിരുന്നു പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ പൊട്ടിത്തെറിച്ച് കത്തി 2 കുട്ടികൾ മരിച്ച സംഭവം. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. കാർ പൊട്ടിത്തെറിച്ച് മരിച്ച കുട്ടികളുടെ സംസ്കാരം ഇന്ന് നടക്കുകയാണ്. 6 വയസ്സുകാരൻ ആൽഫ്രഡ്, സഹോദരി 4 വയസ്സുകാരി എമലീന എന്നിവരാണ് മരിച്ചത്. രാവിലെ 9:30 മുതൽ 10:30 വരെ ഈ കുട്ടികൾ പഠിച്ചിരുന്ന പൊൽപ്പള്ളി സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ടാണ് സംസ്കാരം. ഇവരുടെ അമ്മ എൽസി മാർട്ടിൻ, സഹോദരി അലീന എന്നിവർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. സാജിദ് അജ്മൽ വിശദാംശം നൽകും. സാജിദ്, വലിയ വേദന ബാക്കിയാക്കിയ ഒരു അതിദാരുണമായ ദുരന്തം. ഈ കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ എപ്പോൾ എവിടെ വെച്ചാണ് നടക്കുന്നത്? ഈ അമ്മയുടെയും സഹോദരിയുടെയും ഇപ്പോഴത്തെ ആരോഗ്യനില എങ്ങനെയാണ് സാജിദ്? സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു അപകടമാണ്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ സ്റ്റാർട്ടാക്കിയതും പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിലാണ് അമ്മയ്ക്കും 3 മക്കൾക്കും ഗുരുതരമായി പരിക്കേറ്റത്. അതിൽ വലിയ പരിക്കേറ്റ 2 കുട്ടികളാണ് മരിച്ചത്. 6 വയസ്സുകാരൻ ആൽഫ്രഡ്, സഹോദരി 4 വയസ്സുകാരി എമിലീന എന്നിവരാണ് മരിച്ചത്. ഇവരുടെ അമ്മ എൽസി, സഹോദരി അലീന എന്നിവർ ഇപ്പോഴും ചികിത്സയിലാണ്. ഇതിൽ അമ്മയുടെ പരിക്ക് ഗുരുതരമാണ്. ഇന്ന് രാവിലെ 9:30 മുതൽ 10:30 വരെ ഈ കുട്ടികൾ പഠിച്ചിരുന്ന പൊൽപ്പുള്ളി സ്കൂളിലാണ് മൃതദേഹം പൊതുദർശനത്തിന് വെക്കുക. പിന്നീട് കുറച്ചു സമയം ചിറ്റൂർ ഹോളി ഫാമിലി ചർച്ചിലും പൊതുദർശനം ഉണ്ടാകും. വൈകുന്നേരം 3 മണിക്ക് അട്ടപ്പാടി താവളത്തെ പൊതുദർശനമുണ്ട്. ഇവിടെയാണ് ഈ കുട്ടികളുടെ അമ്മയുടെ വീട്. ഇവിടെ ഹോളി ട്രിനിറ്റിയിൽ പൊതുദർശനത്തിന് വെക്കും. തുടർന്ന് ഈ ഹോളി ട്രിനിറ്റി ചർച്ചിൽ സംസ്കാര ചടങ്ങുകളും നടക്കും. ഇതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ശരി സാജിദ്.